മിഴി പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയൊരു സമ്പാദ്യമാണ് നമുക്ക് നേടാൻ പോകുന്നത്. ലഹരി എന്ന് പറയുന്ന ഒരു വസ്തുവിനെ നമ്മൾ ഇല്ലായ്മ ചെയ്താൽ നമ്മൾക്ക് ഉണ്ടാവാൻ പോകുന്ന ലാഭം ഏറ്റവും വലുത് അതാണെന്നുള്ളത് നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഒരുപാട് പൈസയോ അതുപോലെ കിറ്റോ, പഠന കിറ്റോ, ഭക്ഷ്യ കിറ്റോ കൊടുത്തുകൊണ്ടായില്ല. മിഴി കാണുന്നത് ലഹരിമുക്ത കേരളം എന്ന ആശയമാണ്. ലഹരിയെ എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നിന്ന്, നമ്മുടെ ഭാഗത്ത് നിന്ന്, കോളനികളിൽ നിന്ന് എങ്ങനെ തുടച്ചു മാറ്റാം എന്നുള്ളതാണ് മിഴി പ്രവർത്തനം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതൊരാൾ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ജനങ്ങളിലേക്ക് നമുക്കിത് പറയാൻ കഴിയാത്തത്. ഓരോരുത്തരും പറയേണ്ട ഒരൊറ്റ കാര്യമായി ഇതാണ്. ഇതിൽ മിഴി എന്താ പറയാ, ലഹരിക്ക് അടിമയായിട്ടുള്ള കുട്ടികൾ അവർ മോചനപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ പലവരും അത് അനുഭവിച്ചവരുണ്ട്. അവർക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ സാമ്പത്തികമായിട്ടും മറ്റു സമൂഹത്തിൽ അവരെ കാണുന്ന തരത്തിലുള്ള പലതരത്തിലും അവർക്ക് നല്ല തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് അവരെ മോചിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. ഒരാളെ നമുക്ക് മോചിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് ഏറ്റവും വലിയ ഒരു ലാഭമാണെന്നുള്ളത് നമ്മൾ നമ്മുടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇതൊന്നും അറിയാതെ കണ്ടാണ് മിഴിയുടെ പ്രവർത്തനം. മിഴി ഒരു ദിവസം വിളിക്കുമ്പോൾ വരുന്നു, യോഗം കൂടുന്നു, പോകുന്നു. മിഴിയുടെ ഈ കൃത്യമായിട്ടുള്ള അജണ്ടകളൊന്നും 10 ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 10 ഉദ്ദേശ ലക്ഷ്യങ്ങൾ അടങ്ങിയിട്ടുള്ള നോട്ടീസുകളും നമ്മുടെ ബൈലോകളും ഉണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കാത്തതിന്റെ ദോഷമാണ് നമുക്ക് ഇത്തരം ഇന്നിപ്പോ 500, 5000, 1500 പേരിൽ നടത്തിയ സമ്മേളനം ഇന്ന് വെറും ഒരു 200 പേരിൽ ഒതുങ്ങിയിരിക്കുന്നത്. ഇതിന് യൂണിറ്റ് ഭാരവാഹികള്, യൂണിറ്റ് പ്രസിഡന്റ്, സെക്രട്ടറിമാര്, വൈസ് പ്രസിഡന്റുമാരുടെ എല്ലാ ദോഷമാണെന്നാണ് ഇന്ന് എനിക്കിവിടെ പറയാനുള്ളത്. കൃത്യമായിട്ട് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഒരു ലഹരി കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്വം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ നമ്മൾ ജനങ്ങളുടെ അടുത്തേക്ക് ചെന്ന എന്താ കാര്യം? അവർ ചോദിക്കുന്നത് എന്താ, ഒരു കിറ്റല്ലേ കിട്ടണേന്നാണ് ചോദിക്കുന്നത്. ആ കിറ്റ് മേടിക്കുന്ന അന്ന് വന്നാൽ പോരെ 500 രൂപ തന്നിട്ട്? നിങ്ങൾ 500 രൂപയിൽ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം മിഴി ജീവകാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജില്ലാ ഭാരവാഹികൾ തുടക്കം വെച്ചിട്ട് 18 കൊല്ലത്തോളമായി. നിങ്ങൾക്കൊരാൾക്കും അറിയുന്നില്ല. അത് പല ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായ? അപ്പോ മിഴിയുടെ പ്രവർത്തന ഉദ്ദേശങ്ങള് എല്ലാവരും, ഇനിയിപ്പോ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും കൃത്യമായിട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവരാണെന്ന് വളരെ ബോധ്യമുണ്ട് എനിക്ക്. കാരണം ഞാൻ നിരന്തരം ഫോൺ ബന്ധപ്പെട്ട് മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമേ ഇനി ആനുകൂല്യങ്ങൾ ഉള്ളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഓരോ യൂണിറ്റിൽ നിന്നും 8, 10, 12 പേര് കൂടുതൽ ഒരാളും പങ്കെടുത്തിട്ടില്ല. ജില്ലാ സമ്മേളനം എങ്ങനെയാണോ നമ്മുടെ 1500 പേരിൽ നിന്നിട്ട് 750, 800 ഇപ്പൊ വന്ന് നിൽക്കുന്നത് വെറും 150, 200 പേരിലായി. മനസ്സിലായ? മിഴി സഹായം ചെയ്യാണ്ടാണോ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഏതൊരു സംഘടന ഉണ്ട് ഇങ്ങനെ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് കണക്കാക്കുക. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരിങ്ങനെ ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ഒരു സമുദായ സംഘടനകൾ ചെയ്യുന്നുണ്ടോ ഇങ്ങനെ? ഒരാളുമില്ല. നിരന്തരം ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുത്ത്, നമുക്കിപ്പോ എന്താ ബോധവൽക്കരണ ക്ലാസ് എടുത്തിട്ട് ഇപ്പൊ നിങ്ങളെ വിളിച്ചിരുത്തിട്ട് നമുക്ക് വല്ല നേട്ടമുണ്ട്? അതുകൊണ്ട് നമുക്കിവിടെ ജില്ലാ ഭാരവാഹികൾ നമ്മുടെ ജീവിതം നോക്കി മുന്നോട്ട് പോയാൽ പോലെ. പക്ഷെ ഒരു കുട്ടിയെ നന്നാക്കിയെടുത്താൽ, അല്ലെങ്കിൽ ഒരു മാതാവിനെ നന്നാക്കിയെടുത്താൽ, അല്ലെങ്കിൽ ഒരു പിതാവിനെ നന്നാക്കിയെടുത്താൽ ആ പരിസരം, ആ ചുറ്റുപാട്, ആ വീട് മൊത്തത്തിൽ രക്ഷപ്പെട്ടു പോരും.
തൊട്ടടുത്ത തമിഴ്നാട്ടിൽ 13%. ലോകത്തില് ഏറ്റവും കൂടുതൽ പ്രമേഹമുള്ള സ്ഥലം അറിയോ? ഏത് രാജ്യമെന്നറിയോ? ആർക്കെങ്കിലും അറിയോ? അതായത് ചൈനയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. 2ാം സ്ഥാനം നമ്മുടെ ഇന്ത്യ. ഇന്ത്യയില് 1ാം സ്ഥാനം നമ്മുടെ കേരളമാണ് എന്ന് ആലോചിച്ച് എന്തുകൊണ്ട്? അപ്പൊ ഞാനിപ്പോ സ്ഥിരമായിട്ട് ഈ മെഡിക്കൽ ക്യാമ്പുകളിലൂടെ എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എറണാകുളത്തു നിന്നുള്ള വലിയൊരു വിദഗ്ധ ഡോക്ടർമാരും സംഘവും വഴുക്കര പള്ളിയിൽ വന്ന് ഈ ക്യാമ്പ് നടത്തിയപ്പോൾ അവർ പറഞ്ഞ 1-2 കാര്യങ്ങളാണ് നിങ്ങളോട് ഈ കാര്യത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് കാലത്ത് നിങ്ങൾ 8 മണിക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഉച്ചയ്ക്ക് 12-12:30 ഭക്ഷണം കഴിക്കുക, വൈകിട്ട് 7 മണിക്ക് കിച്ചൺ അടയ്ക്കുക. ഇത് ഇതിൻ്റെ അർത്ഥം 7 മണിക്കുള്ളിൽ ഭക്ഷണം കഴിക്കുക, അരി ആഹാരം കുറവ് കഴിക്കുക, മില്ലറ്റുകൾ ഒരുപാട് ചെറുധാന്യങ്ങൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ സുലഭമാണ്. അതിലൊക്കെ ഷുഗറും കുറവാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനൊക്കെ കവറുണ്ട്. മറ്റുള്ള നമ്മുടെ അരിയുടെ കവറൊക്കെ കളന്നിട്ടാണല്ലോ നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ടാണ് അത്തരം നമ്മുടെ ഈ ഷുഗർ ഇത്രയധികം കയറി കേരളത്തിൽ നിൽക്കുന്നത്. തൊട്ടടുത്ത് നോക്ക് തമിഴ്നാട് ഞാൻ പറഞ്ഞില്ലേ 13% എന്ന് പറയാൻ കാരണം എന്താ? അവരധികം ഇഡ്ഡലിയും ദോശയും സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ അതിൽ മിക്സ് വരുന്നുണ്ട്. നമ്മുടെ ഈ അരി കാലത്ത് 3 നേരം നമ്മൾ അരി ആഹാരം കഴിക്കുമ്പോൾ ശരിയല്ലേ? മാത്രമല്ല ഇതുകൊണ്ട് ഒരുപാട് രോഗങ്ങൾ വേറെ കയറി വരാം ഈ ഷുഗർ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഈ 3 നേരം സമയക്രമത്തിന് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളെ കുറെ പൈസ നിങ്ങൾക്ക് അവിടെ നിന്ന് ലാഭിക്കാൻ ഒരു ഭാഗത്തോടെ കിട്ടും. ഇനി ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ ചെയ്യുന്നത് കണ്ണുകളാണ്. കണ്ണുകൾ 35,000-ഓളം കണ്ണുകൾ ഇതുവരെ നമ്മൾ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ സാധിച്ചു. 35,000. അപ്പൊ ഇത്തരം ഈ രോഗങ്ങൾ വരുമ്പോ നിങ്ങൾ ഈ പാവപ്പെട്ട ആളുകളാണ് ഇതിലധികം പേരെന്നാണ് ഞാൻ നിങ്ങളെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ എങ്ങനെ രക്ഷിച്ചെടുക്കാം? ഈ പാവപ്പെട്ട എല്ലാ രോഗികളും, കേരളത്തിലുള്ള എല്ലാ രോഗികളുടെ കയ്യിലും റേഷൻ കാർഡ് എല്ലാ പാവപ്പെട്ടവരുടെ കയ്യിലുണ്ടാവുമല്ലോ, ഇല്ലേ? നിങ്ങൾക്ക് എത്ര കളറ് റേഷൻ കാർഡ് കേരളത്തിൽ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റുമോ? 4. വേറെ ഇനി വേറെ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? എത്ര? 4 അല്ല, 4 അല്ല, 5 കളറ് റേഷൻ കാർഡ് ഇവിടെ നിലവിലുണ്ട്. ഇവിടെ 5 കളറുണ്ട്. അറിയോ? 5ാമത്തെ കളറ് ആർക്കാന്ന് വെച്ചാല് അത് ഈ സ്ഥാപനങ്ങൾക്കൊക്കെ ഉള്ള കാർഡാണ് 5. അപ്പൊ അങ്ങനെ 5 കളർ റേഷൻ കാർഡ് കേരളത്തിൽ ഇന്ന് നിലവിൽ ഉണ്ട്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അന്ന് നമ്മുടെ പ്രസിഡന്റ് 50 കുട്ടികൾക്ക് ട്യൂഷൻ കൊടുത്ത് തുടങ്ങി വെച്ചു. നിർധരായിട്ടുള്ള തൃശ്ശൂരും മറ്റുള്ള സ്ഥലങ്ങളിലും കിടപ്പായി കിടക്കുന്ന അല്ലെങ്കിൽ ഭിക്ഷയാചിച്ച് കിടക്കുന്ന ആളുകൾക്ക് ഭക്ഷണപ്പൊതി കൊണ്ടുകൊടുത്തു. അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ മിഴിയുടെ തുടക്കം ഉണ്ടായത്. ആ തുടക്കം ഇന്ന് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇന്ന് നമ്മളിന്ന് ഈ വലിയ രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആളുകൾക്ക് നമ്മളോടായിട്ട് സഹകരിക്കാൻ പറ്റായ്മ കൂടുതലായി കാണുന്നത്. ഒരുപക്ഷെ സാഹചര്യങ്ങളെ കൊണ്ടാവാം. ഇപ്പോഴത്തെ സാഹചര്യം വളരെ മോശമാണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് 10 ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കോളനികളിൽ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്നു. അതുപോലെ വർഷക്കാലങ്ങൾ വരുമ്പോൾ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നു. അങ്ങനെ ഒട്ടനവധി കുറെ കാര്യങ്ങൾ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊന്നും ആളുകളുടെ മനസ്സിൽ കയറുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടത് വരും നമ്മുടെ ആളുകൾ. അപ്പൊ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ നമ്മളുടെ മിഴി ജീവകാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 500 രൂപ മെമ്പർഷിപ്പ് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു സഹായം ആവശ്യപ്പെടാൻ കഴിയും. ഒരു വലിയ അസുഖമായിട്ടോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ആയിട്ടോ ഒക്കെ എടുക്കുന്ന കാലത്ത് നമുക്കൊരു മരുന്ന് മേടിക്കാൻ സാഹചര്യമില്ലാത്ത കാലത്ത് മിഴിയുടെ പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ മിഴിയുടെ യൂണിറ്റ് പ്രസിഡന്റിനെയോ വിളിച്ചു പറഞ്ഞാൽ നമ്മൾക്ക് അവര് കൊണ്ടുവന്ന് തരുന്ന സഹായം വലിയൊരു ഉപകാരമാകും. അങ്ങനെയാണ് നമ്മൾ ആളുകൾക്കൊക്കെ ചെയ്തു പോന്നിരുന്നത്. അതുപോലെ മെമ്പർഷിപ്പുള്ള എല്ലാ ആളുകളുടെയും കുടുംബത്തിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ, ആ മെമ്പർ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരണ ഫണ്ടായിട്ട് നമ്മൾ അവിടെ കൊണ്ടുകൊടുത്തിരുന്നു.
എഴുത്താളുകൾ ഞാൻ തുറന്നു നോക്കി. 1996 ഡോക്ടർ ശിവരാമൻ സാർ ഇവിടെ ചേർപ്പ ആസ്ഥാനമാക്കി കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. അന്ന് നമ്മുടെ ഡോക്ടർ സാറിന്റെ അകവഴിഞ്ഞ സഹായം ഉണ്ടായിരുന്നു എന്ന കാര്യം നിങ്ങളെ അറിയിക്കാം. 35 വർഷം മുമ്പാണ്. അപ്പോൾ സാറിന്റെ മനസ്സിൽ ഒരു ചരിത്രബോധമുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു വളർന്ന് എൻ്റെ സമൂഹത്തിന് വേണ്ടിയാണെന്ന്. പക്ഷേ ഇന്ന് ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഈ ബോധം ഉൾക്കൊണ്ടതിനാണ് ഞാനും പഠിച്ചു വളർന്നത്. നിങ്ങൾ ഇന്ന് ഫുൾ A+ വായിച്ച കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ പലരും വന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ ഇവിടെ വന്നിരുന്നെങ്കിൽ ഒരു കുട്ടി മാത്രമാണ് എൻ്റെ കയ്യിൽ നിന്ന് A+ വാങ്ങിച്ചത്. ആ കുട്ടി ഒന്ന് എണീറ്റ് നോക്കൂ പ്ലീസ്. ആ കുട്ടിയുടെ ശിഥിലയ്ക്ക് ഒരു കൈയടി കൂടി കൊടുക്കണം. ഇത് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാഭ്യാസ രേഖകൾ നിങ്ങൾ പരിശോധിച്ചാൽ ശിഥിലയ്ക്ക് ഇവിടെ ഉള്ളവർക്ക് വേണ്ടി പറയാണ് BSc ഫൈനൽ ഇയർ, BA, MA, LLB, MBA, മാസ്റ്റർ ഓഫ് ബിസിനസ് ലോ. ഇത്രയും ഡിഗ്രി ഉള്ള നിങ്ങളിൽ നിന്ന് ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് പാടത്തും പറമ്പിലും നടന്നതാണ്. എന്നിട്ട് ശിഥിലയ്ക്കാണ് ആ ഭാഗ്യം വന്നത്. മറ്റു അമ്മമാരോട് ഞാൻ പറയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ താങ്ക് യു മോൾ, ഇരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ചരിത്ര നിയോഗങ്ങൾ നിങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങളുടെ മക്കൾ പഠിച്ചു വലുതാവുമ്പോൾ നിങ്ങൾ ആ കുട്ടികളെ കൊണ്ട് ഇവിടെ വരണമായിരുന്നു. അതാണ് നിങ്ങൾക്ക് വന്ന ഒരു വിഷമം. എന്തായാലും അടുത്ത കൊല്ലം നടത്തുന്നത് നല്ലപോലെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. പിന്നെ ഈ പ്രോത്സാഹന സമ്മാനങ്ങൾ വിദ്യാഭ്യാസ സഹായം തരുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നതാണ്. നിങ്ങളിവിടെ 10 പുസ്തകങ്ങൾ, ഒരു പുസ്തകം കൂടി നിങ്ങൾ കയ്യിൽ മേടിക്കണം. അത് നിങ്ങളുടെ ഡയറി കുറിപ്പുകളാണ്. അതായത് 15 വയസ്സിൽ ഞാൻ എഴുതി തുടങ്ങിയ ചരിത്രക്കുറിപ്പുകൾ 10-30-40 വർഷത്തെ ഡയറികൾ അവിടെ ഇരിക്കുന്നത്. അന്ന് നോട്ട് പുസ്തകത്തിലാണ് ഞാൻ ഡയറി എഴുതുന്നത്. ശിവരാമൻ സാർ അന്ന് ചെയ്ത കാര്യങ്ങൾ എൻ്റെ ഡയറി കുറിപ്പിലുണ്ട്. അതായത് ഞാൻ പറഞ്ഞത്, ചരിത്രം നിങ്ങളിലൂടെയാണ് ഉണർന്നു വരേണ്ടത്. അപ്പോൾ മിഴി ചാരിറ്റബിൾ ട്രസ്റ്റിന് എല്ലാവിധ ആശംസകളും ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വണ്ടിമന്ന് വീണ് തല ഓപ്പറേഷൻ ചെയ്ത് തലച്ചോറിന്റെ മണ്ട പൊട്ടി തലച്ചോറിൻ്റെ ഉള്ളിൽ നിന്ന് ബ്ലീഡിംഗ് ആയിരുന്നു. അത് നിന്നതിന് ശേഷമേ അരമണിക്കൂറിനുള്ളിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് 3.5 ലക്ഷം രൂപ എൻ്റെ മകന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ചെലവഴിച്ച് കൊണ്ടുവന്നിട്ടും ഇപ്പോഴും അവൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വന്നിട്ടില്ല. അത് കണ്ടവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ പറയുമ്പോൾ ആർക്കും അത് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ വയലൻ്റായി വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോൾ നമ്മുടെ അയൽവാസികൾ പോലും വരാൻ ഭയപ്പെട്ടിരുന്ന ആ സാഹചര്യത്തിൽ നമ്മുടെ മിഴിയാണ് എന്നെ രക്ഷപ്പെടുത്തി തന്നത്. കാരണം ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുള്ളൂ, പ്രസിഡന്റ് നമ്മുടെ മകന് ഇന്ന മാതിരി വീട്ടിൽ വന്നിട്ട് പ്രശ്നമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും, അതുകൊണ്ട് എന്തെങ്കിലും അവന് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കും, നിങ്ങളുടെ ആ ഭാഗത്ത് ആരെങ്കിലും ആണുങ്ങളുണ്ടോ? ആണുങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആരും അടുത്തില്ല. കാരണം അവർക്കും ഭയമുണ്ട്. അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നാളെ അവരെ കെട്ടിക്ക് കയറി ചെന്നാലോ, അവരോട് എന്തെങ്കിലും തർക്കിച്ചാലോ എന്നൊരു ഭയം അവർക്കും ഉണ്ടാവും. ജീവനിൽ പൊതു എല്ലാവർക്കും ഉണ്ടാവില്ലേ. പക്ഷേ ഈ പ്രസിഡന്റ് വരാതെ തന്നെ അവിടെ ഇരുന്നു കൊണ്ട് ഒരു ഫോൺ കോളിന്റെ പുറത്ത് എൻ്റെ മകന് വേണ്ടി ആംബുലൻസും പോലീസിനെ വിട്ടു തന്ന ബഹുമാന്യനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ സുരേഷ് കള്ളിയത്തിനെ ഞാൻ എൻ്റെ ഈ വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞാൽ പറ്റാത്ത, അതിനേക്കാൾ എന്തെന്നാ പറയാന്ന് എനിക്ക് എന്താ അറിയണില്ല. ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ കൂടെ ഉള്ളതുപോലെയാണ് അവരുടെ വാക്കുകൾ ഇപ്പോഴും ധൈര്യം തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ സഹോദരന് മകന് ക്യാൻസർ രോഗം വന്നിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ജില്ലാ വാർഷിക സമ്മേളനത്തിൽ ഇവിടെ തന്നെ എന്നെ വിളിച്ച് അതിന് ചികിത്സാധന സഹായം ചെയ്തു തന്ന മിഴി ജീവകാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭാരവാഹികളെ കണ്ണീരിൽ നിറഞ്ഞ സന്തോഷവും സങ്കടവും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഞാൻ പറഞ്ഞു എനിക്ക് തന്നിട്ടുണ്ട്.